നീ കമ്മലെന്നൊന്നും ഉറക്കെ പറയാൻ പാടില്ല, സീക്രട്ട് ആയിരിക്കണം. കൊണ്ടുവന്നോ എന്നാണ് ചോദിച്ചത്. പിന്നെ കമ്മലിന് നല്ലാണ്ട് പിന്നെ മാല എന്ന് വിളിച്ചു പറയാൻ പറ്റും? ഓ എന്തോന്നാണ് ഇത് കമ്മല് മാല എന്നൊക്കെ പറഞ്ഞിട്ട്? ആഭരണങ്ങളുടെ പേരൊന്നും പറയണ്ട. പിന്നെ നീ ഇത് കൊണ്ടുവന്നോ? കൊണ്ടുവന്നു. എടാ എന്തുവാടാ നിങ്ങൾ ഈ കമ്മലും വളയെന്നൊക്കെ പറയുന്നു? അത് പിന്നെ ഞങ്ങൾ ഒരു ഫാൻസി സ്റ്റോർ തുറങ്ങുന്നുണ്ട്. അവിടെ കുറെ കമ്മലും മാലയൊക്കെ തൂക്കിയിടാൻ വേണ്ടേ. എന്തിനു? ഒരു പ്രയോജനമില്ല, അതും പൊട്ടും. പൊട്ടിയാ ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഈ നേടാ ഇവനെ ചീത്തയാക്കാൻ വരുന്നത് എപ്പോഴും ഇങ്ങോട്ട്. എന്താണ് ഈ പ്രകാശ്? എന്തുവാ എന്താ പ്രശ്നം? എന്തുവാ? നീ ആ സഞ്ജുവിനെ കണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി വന്ന അപ്പുറത്തേക്ക് ഈ ചെറുക്കന്റെ മോൻ നടപ്പം എല്ലാം പോയി. സഞ്ജു പുള്ളിയുടെ തലയിലുണ്ടായിരുന്നു, ഇപ്പൊ ഇറങ്ങി അങ്ങ് പോയുള്ളൂ. ഓ എന്റെ മോന്റെ തലേന്ന് നീ ഒന്ന് ഇറങ്ങിത്തരാവോ? സഞ്ജു ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ വേറെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അമ്മ ചെല്ല്. പിന്നെ പറഞ്ഞു വിട്ടോണം കേട്ടോ. ഞാൻ പറഞ്ഞു വിട്ടോളാം. പോക്കോണം കേട്ടോ. പിന്നെന്തിനു നിൽക്കുന്നു? പോവും. ഓ സമ്മതിക്കണം കേട്ടോ. അമ്മ എന്തിനാ എനിക്കിപ്പോ സഞ്ജുവിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ മോനല്ലേ, അവനെന്തെങ്കിലും ഉടായ്പ കാണിച്ചു കാണും. വേണ്ട കേട്ടാ. രണ്ടുപേരും എന്തോ ഉടായ്പുള്ള പരിപാടിയാണല്ലോ. പ്രകാശ് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ പത്രം പിടിച്ചൊരു ഉടായ്പ പോരുന്നു. മുറിമീശ വെച്ച ചില ഉടായ്പകളും ഉണ്ട്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ചേട്ടൻ സഞ്ജുവിനെ കണ്ടായിരുന്ന? ഇതെന്താണ് എല്ലാവരും സഞ്ജുവിനെ അന്വേഷിച്ച് പ്രകാശിന്റെ അടുത്ത് വന്നത്? പ്രകാശ് ജി ആണല്ലോ സഞ്ജുവിന്റെ അച്ഛൻ. അച്ഛനോടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അവനെ കണ്ടൊന്നുമില്ല. അവൻ ഇങ്ങോട്ടൊന്നും വന്നൊന്നും. എന്താ ആവശ്യം? ഇതന്നെ ആവശ്യം. കണ്ടിട്ട് വരാം. ഉടായ്പ എടുക്കട്ടെ. ഇത് ഇതെന്താ ഈ അമ്മയും ഇവളും ഇപ്പൊ ഒരുമിച്ച് സഞ്ജുവിനെ അന്വേഷിച്ചു വന്നു? വല്ല പ്രശ്നം ഉണ്ടാവൂ? നിങ്ങൾ ആ സംഭവം വിട്ടേ. മറ്റേ ആ സ്വർണത്തിന്റെ കേസ് അറിയാത്ത കേസല്ലേ? നടന്നേ അങ്ങോട്ടും. ഇവിടെ വെച്ച് തന്ന അപ്പൊ എന്നെ വിഷയനുള്ളൂ. എന്നോന്ന് അപ്പൊ നീ ആണല്ലേ ഇത് മൊത്തം വെട്ടിയിട്ടത്? ഞാൻ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ആ കുഴപ്പമുണ്ട്. എന്തോ കുഴപ്പം? മടിക്കാൻ ശ്രമിക്കുക. കൈ വരികെ മതി വെട്ടിയത്. ഇതൊക്കെ എനിക്ക് ഒട്ടിച്ചു വെക്കണ്ട. കൈ വരി. വേറെ പണിയൊന്നുമില്ല. പോയി പോലെ എനിക്ക് ഒട്ടിച്ചു വെക്കണ്ട. അടി താടി. ഓ നീ ഇവിടെ ഉണ്ടോ? അച്ഛമ്മ ഇവിടെ വന്നാ? എടി നിന്നെ അച്ഛൻ വിളിക്കുന്നു, അങ്ങോട്ട് ഇല്ലേ? അച്ഛൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ. ഓ എന്തോ ഒരു ബഹുമാനം അച്ഛനോട്. എടി നിന്നോട് പറഞ്ഞില്ല പോടാ അങ്ങോട്ട്. നോക്കി കഥ എന്നെ കൊണ്ടുപോകും. അച്ഛൻ എപ്പോഴും എന്നെ കണ്ടാൽ മതിയാ. എടാ മോനെ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛമ്മ 1, 2, 3 എത്ര കാര്യം വേണം പറഞ്ഞു ഞാൻ കേട്ടോളാം. എടാ നിനക്ക് ആ വിമലയുടെ മോളുമായിട്ട് വല്ലോ എന്തെങ്കിലും ഉണ്ടോടാ? വിമല? ഏത് വിമല? എന്റെ സാക്ഷരതാ ക്ലാസ്സിൽ പഠിക്കുന്ന വിമല. ഏത് വിമല? എടാ ഈ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു കൊച്ചില്ലേ? ഓ അവളുടെ അച്ഛമ്മയുടെ കൂടെ പഠിക്കുന്നേ? എന്റെ ക്ലാസ്സിലാണ് അവര് പഠിക്കുന്നത്. അതിപ്പോ എന്തായാലും എളുപ്പമായല്ലോ. അച്ഛമ്മ എനിക്ക് അവളെ സെറ്റാക്കി അവളുടെ അമ്മ വഴി. അയ്യടാ, ആ വിമലത്തള്ളയുടെ കൊച്ചുമോളല്ലേ ഉള്ളൂ. അവളുടെ തനി സ്വഭാവം കാണും. എന്തോ സ്വഭാവം? അവൾക്ക് ഒരു കുഴപ്പമില്ല. അവളെ നല്ല പാവം കൊച്ചു, എനിക്കറിയാം. ഓ പാവം കൊച്ചു. എടാ അമേരിക്കക്കാരി ആയോണ്ടല്ലടാ നീ കിടന്നുണ്ട് ഇളകുന്നത്. അമേരിക്കാരി ആയതുകൊണ്ട് അങ്ങനെ നടക്കുന്നത്. പിന്നെ എനിക്ക് അവളെ ഇഷ്ടമാണ്, അതുകൊണ്ടാ. പിന്നെ നല്ല സ്വഭാവം അവളുടെ, അതുകൊണ്ടാ. അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് ഇളക്കണ്ട കേട്ടോ. നീ കൊറേ നേരമായാലോടി ഈ പേപ്പറും പിടിച്ചോണ്ട് നടക്കുന്നു. അമ്മയ്ക്ക് എന്താണെന്ന് പോയോടുന്നു. ഈ പേപ്പർ കൊണ്ടുപോയിട്ട് അടുപ്പിൽ വെച്ച് കത്തിരി. അവള് പേപ്പർ കൊണ്ട് നടക്കുന്നു. എന്താ എന്തോടെ കാട്ടി വെച്ചേണ്? അല്ല കുറച്ചു മുമ്പ് നിങ്ങൾ എന്തേ പറഞ്ഞോണ്ടിരുന്നേ? എന്തോന്ന് പറഞ്ഞോണ്ടിരുന്നത്? എന്തോ ഇളക്കത്തിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് അച്ഛമ്മയ്ക്ക് നല്ല വയറിളക്കം. അപ്പൊ എന്നോട് ഒറ്റമൂലി അപ്പച്ചിക്ക് വേണം ഒറ്റമൂലി. അതും നല്ല കാര്യം. ആ മാട്രിക് വാ. നീ എന്താണ് ഇത് കാണിച്ചു വെച്ചത്? ഓക്കെ. ഇത് ഞാൻ കറണ്ട് അഫയേഴ്സ് വെട്ടിയെടുക്കുന്ന എനിക്ക് ചാർട്ടിൽ ഒട്ടിച്ച് പഠിക്കാൻ വേണ്ടി. ചാർട്ടിലാ? എന്തിന്? അത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. എന്നിട്ട് എനിക്ക് ഞാൻ ബാക്ക് ടു ബാക്ക് ഞാൻ ഇരുന്ന് പഠിക്കും. PSCക്ക് അങ്ങനെയാണ് എല്ലാവരും പഠിക്കുക. അത് നല്ല ട്രിക്കാ, ബ്രെയിൻ ഓർത്ത് വെക്കാൻ. PSCക്ക് എങ്ങനെ പഠിക്കുക? കറണ്ട് അഫയേഴ്സ് ഞാൻ ഇങ്ങനെ വെട്ടി ചാർട്ടിൽ ഒട്ടിക്കും. എന്നിട്ട് ഞാൻ ബാക്ക് ടു ബാക്ക് അതിരുന്ന് പഠിക്കും. അപ്പൊ പത്രം എടുക്കണ്ടല്ലോ എപ്പോഴും. ഐ ഹാവ് ഓൾ ദ നോളജ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അങ്ങനെ പഠിക്കാല്ലേ? മര്യാദക്ക് തിരിച്ചൊട്ടിച്ചോ ഇതിലേക്ക്. എനിക്ക് വായിക്കാനുള്ള പത്ര. എന്ത് കാര്യത്തിന്? എടാ ഇന്നത്തെ പത്രത്തിലാണ് നീ വെട്ടിയെടുക്കണത്. അയ്യോ ഇത് ഇന്നത്തെ പത്രമായിരുന്നു, ഞാൻ കണ്ടില്ല. കണ്ടില്ല. മര്യാദക്ക് ഒട്ടിച്ചോ തിരിച്ച്. പിന്നെ എനിക്ക് സൗകര്യം ഒട്ടിക്കാൻ. ഞാൻ വേണ്ടതൊക്കെ തരാം. ഇന്ന് അപ്പച്ചി ഇരുന്ന് ഒട്ടിച്ചോ. നാളെ മുതല് പത്രത്തിൽ നീ തൊട്ട് കഴിഞ്ഞാ നിന്റെ കൈ ഞാൻ വിട്ടും.
പറഞ്ഞേക്കാം. ഇത് പോടുന്നു. ഓ ഒക്കെ പോയി. അമ്മേ മോള് എന്റെ പുറകെ നടക്കുക, ഞാൻ നിൽക്കുന്നത് നോക്കാൻ വേണ്ടി. ഇത് എന്ത് കഷ്ടം ഇത്. പിടിച്ചേ. തന്ന സാധനം തന്നെ ആണല്ലോ അല്ലേ? അതെന്നാ ചങ്കിക്കൊള്ളുന്ന വർത്താന പ്രകാശിയാണ് പറഞ്ഞത്. നിങ്ങളൊരു ആവശ്യത്തിന് എനിക്കത് പണയം വെക്കാൻ വേണ്ടി തന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പോക്കരുത്തരം കാണിക്കൂ? ഓർമ്മ ഉണ്ടായിരുന്നാ മതി. ആ ഓർമ്മയുണ്ട് എനിക്ക്. ഇത് പുഷ്പ അറിയാതെ അലമാരിയിൽ നിന്ന് എടുത്തതാണ്. അതെ. എങ്ങനെ തിരിച്ചു വെക്കുമെന്നാണ് ഞാൻ അറിയാത്തത്. കൈ കൊണ്ടൊക്കെ നോക്കണം. ആക്കല്ലേ, നിനക്കൊരു അത്യാവശ്യം വന്ന് നിന്റെ അമ്മാവൻ അവിടെ വെള്ളം അടിച്ച് കുഴി വീണ് കിടന്നപ്പോഴേ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ നിന്നെ സഹായിക്കാൻ. അതെ. എന്നിട്ട് നീ തന്നെ എന്നെ കളിയാക്കണം. വീട്ടേ നിങ്ങൾ ഈ സാധനം കൊണ്ട് അലമാരിൽ നാച്ചുറൽ ആട്ടം കൊണ്ടു വെച്ചാൽ മതി. എടുക്കുന്ന സമയത്ത് ഭയങ്കര ധൈര്യമായിരുന്നല്ലയാ. ഇപ്പൊ തിരിച്ചു വെക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തില്ലേ, കയ്യും കാലും ഒക്കെ വിറക്കുക. വിറയണ്ട. ആ, എന്നാ ബീവറേജിൽ പോയി ഒരു സാധനം എടുക്കാം, 2 അടിച്ചാൽ വിറ മാറും. അതിന് ഞാൻ തന്നെ പൈസ തരണ്ടേ? പിന്നെ ആര് തരും? അയ്യാരാ, ഒരാഴ്ചയിരിക്കുമ്പോ ഞാൻ പൈസ മുടക്കാൻ പറ്റുമോ? വേണ്ട, നീ മുടക്കണ്ട. കയ്യിൽ മുടക്കി അങ്ങോട്ട് വെച്ചോണ്ടിരുന്നാ മതി. ബാക്കിയുള്ളവർ ഉത്തരവാദിത്തമാണല്ലോ ഇതെല്ലാം ചെയ്തു തരണം എന്നുള്ളത്. എന്താ അച്ഛനെ വിളിച്ചേ? ആര് വിളിച്ചു? അച്ഛമ്മ പറഞ്ഞല്ലോ അച്ഛനെ വിളിച്ചെന്ന്. ഓ, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. എന്നാ ഞാൻ വന്ന സ്ഥിതിക്ക് നമുക്ക് 3 പേരും കൂടി സംസാരിച്ചൊക്കെ ഇരിക്കാം. അതല്ല ഐഡിയ. ഈ 3 പേരോട് സംസാരിക്കാൻ പറ്റുന്ന എന്ത് ടോപ്പിക്കാ ഉള്ളത്? നമുക്ക് നല്ല അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തൂടെ? അയ്യോ, ഇതിന് പറ്റിയ ആളാണ് വേണുമാമൻ. അല്ല, മക്കള് വേണുമാമനുമായിട്ട് അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഞാനേ അത്യാവശ്യം ഒരു കാര്യമുണ്ട്. അന്താരാഷ്ട്ര നീ സംസാരിച്ചോ. പ്രകാശ്, അന്താരാഷ്ട്ര കാര്യം. അങ്കിളെ, ഈ ഇന്ധന വില കൂടുന്നതിനെ പറ്റിയിട്ട് എന്താണ് അങ്കിളുടെ അഭിപ്രായം? എനിക്കെന്താ അഭിപ്രായം? അതൊക്കെ വലിയ വലിയ ടീമുകളുടെ പരിപാടിയല്ല. അതിന് നമുക്കൊരു അഭിപ്രായം ഇല്ല പറയാനായിട്ട്. ആ, ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള വേണുങ്ങളിനെ പോലത്തെ യുവാക്കളാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ശാപം. ഞാനാ രാജ്യത്തിന്റെ ശാപം? ഇതല്ലാണ്ട് ഇങ്ങോട്ട് നോക്കേ, ഈ ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നോണ്ടാണ് പെട്രോളിന്റെ വില കൂടുന്നത്. അതിനെ പറ്റി വല്ല അറിയോ? ക്രൂഡ് ഓയിലിന്റെ അതാണ്. അറിയോ? ഇല്ല. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. വന്നേ, നമുക്ക് 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 കൊച്ചു പോയാ ചുമ്മാ പോക്കെ. എനിക്ക് അന്താരാഷ്ട്രവും ക്രൂഡ് ഓയിലൊന്നും എനിക്ക് പിടിക്കത്തില്ല. പോയെ പോയി. ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞില്ലേ? എനിക്കൊന്നും പഠിക്കണ്ട. അങ്ങനെ പറയാതെ. ഇത് വലിയ ശല്യമാണല്ലോ അത്. ഓക്കെ, എനിക്ക് അങ്ങനത്തെ സാധനമൊന്നും എനിക്ക് പഠിക്കണ്ട. ക്രൂഡ് ഓയിലും ഇതൊന്നും എനിക്കറിയത്തില്ല. അയ്യോ, പോവല്ലേ. കൊച്ചൊന്ന് പോയ അവിടെ നിന്ന് കുറെ നേരം അന്താരാഷ്ട്രവും ക്രൂഡ് ഓയിലും രാജ്യാവൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എടി പുഷ്പേ, നിന്റെ മോൻ കാരണേ പെൺപിള്ളേർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ മേലെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. നിന്റെ വായന്ന് തുറന്നടി. ഔ, ഇങ്ങനെ തുറക്കാനല്ല പറഞ്ഞത്. നിന്റെ വായിന്ന് എന്തെങ്കിലും ഒന്ന് മൊഴിയാനാ പറഞ്ഞത്. അമ്മ, ഒന്നാമത് എനിക്ക് ഭയങ്കര തലവേദനയായിട്ടാണ് ഉള്ളത്. നിനക്ക് ഇതുപോലുള്ള മക്കളുണ്ടായ നിനക്ക് തലവേദന മാത്രമല്ല പല വേദന ഉണ്ടാവും. എടി എടി പറ, ചോദിക്കാൻ ഉത്തരം തടി വേണ്ട. കണ്ടവള് മൈലിയാതെ ഓരോ പണിയെടുക്കുന്നത്. നിനക്കൊന്നും പറയാനില്ലടി. അതാ അമ്മയുടെ മോനതാ അവിടെ, അങ്ങോട്ട് പറ. എടാ മോനെ, ഇങ്ങോട്ട് വന്നേ. നീയും കേൾക്കാനുള്ള ഒരു കാര്യമാണ്. വാ വാ വാ, എളുപ്പം വാ. നിന്റെ മോനെ ഒന്ന് നീ ഉപദേശിക്കണം. ഞാനെന്തിനാ മോനെ ഉപദേശിക്കുന്നത്? എടാ, അവൻ കാരണം നാട്ടിലെ പെൺപിള്ളേർക്കൊന്നും വഴിയെ ഇറങ്ങി നടക്കാൻ മേലെന്നാ എല്ലാരും നാട്ടുകാരൊക്കെ വിളിച്ചു പറയുന്നത്. അവന്റെ പ്രായം അമ്മയ്ക്ക് ആലോചിച്ച് അറിഞ്ഞൂടെ? അവന്റെയൊക്കെ പ്രായത്തിൽ ഞാനൊക്കെ എന്തോ അടിപൊളിയായിരുന്നു. നമുക്ക് ഓർമ്മയില്ലേ? അതൊന്നും ഇല്ലല്ലോ. അങ്ങനല്ല, എന്റെ കൂട്ടുകാര് വലിയ കുഴപ്പമായിരുന്നു. അതാ പറഞ്ഞത് അല്ലേ? പറഞ്ഞിട്ടെന്താ കാര്യം? നിങ്ങളതല്ലേ മോൻ, പിന്നെ അങ്ങനെ വരുള്ളൂ. എടി, അങ്ങനൊന്നും നീ പറയണ്ട. എന്റെ മക്കളെ ഞാൻ നന്നായിട്ട് തന്നെ വളർത്തിയത്. എടാ, നീ ആ മോനെ ഒന്നും ഉപദേശിക്കണം കേട്ടോ. അമ്മേ, ഞാൻ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല. അമ്മ നല്ല 2 മക്കളെ വളർത്തിയെന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ മക്കള് 2 നല്ല സൽസ്വഭാവികളായിരുന്നു. ഞാൻ തലതെറിച്ച 4 എണ്ണത്തിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ചാൽ കിട്ടുകയല്ല. പിന്നെ തള്ളയുടെ കാര്യം പറയണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ അച്ഛമ്മയും അമ്മയും കൂടെ ഉപദേശിക്കുകയോ നന്നാക്കോ എന്താന്ന് വെച്ചോ. എന്നെ ഈ പണിയിൽ നിന്ന് വിട്ടേക്ക്. ടാറ്റ, ബൈ ബൈ. ആ, എടി പുഷ്പേ. ഔ അമ്മ, എനിക്ക് എൻ്റെ മോനെ നല്ല വിശ്വാസാ. ഇനി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പൊറുക്കൂല കേട്ടാ. ഓ, ഒരു ദൈവം പൊറുക്കണ്ട. തലതെറിച്ച മക്കളുണ്ടായാൽ ദൈവം പൊറുക്കുന്നു. മോളെ, അതെ, നീ രാവിലെ പത്രം വായിക്കുമ്പോൾ അതിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് വെട്ടിയെടുത്ത് ചാർട്ടിൽ ഒട്ടിച്ച് വേണം പഠിക്കാൻ കേട്ടാ. അമ്മയെ പറ്റിക്കരുത്, പറഞ്ഞ പോലെ കേൾക്കണം. അപ്പച്ചി, എന്ത് പത്രം വെട്ടി കൂട്ടിന്ന് പറഞ്ഞ എന്നെ കുറ്റം പറയുമ്പോ സമാധാനായ?
എടി അതാ എനിക്ക് അബദ്ധം പറ്റിയല്ലേ, വിട്ടുകളാ. നിന്റെ അപ്പച്ചയില്ലേ ഞാൻ. അപ്പച്ചി ആയോണ്ട് ക്ഷമിച്ചു. വേറെ എല്ലാവരും ഞാൻ മൂരിക്കിട്ട് ചവിട്ടി കൂട്ടിയാനെ ഞാൻ. എന്താ നിങ്ങളിവിടെ എന്തോടെ ഇരുന്നൂടെ? അങ്ങനെ ഇരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. പോയെ 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 എഴുന്നിട്ട് പോയെ. ഈ റൂമിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാ ചേട്ടന്റെ റൂമാണെന്ന്? വാങ്ങിക്കുമല്ലേ ഇത് കേട്ടോ, നിനക്കറിയാവുന്നല്ലേടി. ഇതെന്റെ പുഷ്പയുടെ റൂമാണ്. ഇവിടെ ആരും അങ്ങനെ കുത്തിയിരിക്കണ്ട. എന്നിട്ട് പോയെ. അച്ഛന്ന് പോയേച്ചാ ഞങ്ങളുടെ റൂമിൽ ഫാനൊന്നും വർക്കല്ല. ഉടുക്കത്ത് ചൂട് കൊടുക്ക. ഫാൻ കേടായി നന്നാക്കണം. നന്നാക്കണം. ആ നീ ഇവിടെ വല്ല മെക്കാനിക്കിനെ വിളിച്ചിട്ട്. ഞങ്ങളാണോ ചെയ്യേണ്ടത്? എന്താടി അപ്പച്ചി, നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ചേട്ടനല്ലേ വീട്ടിലെ കാർന്നോര്, ചേട്ടൻ തന്നെ നന്നാക്കണം. ആ ഞാൻ ഈ വീട്ടിലെ കാരണവരാണെന്ന് നിനക്കറിയാലോ. അപ്പൊ എന്റെ റൂമിൽ നിന്ന് പുറത്തു പോയി. ഇതിനോട് റൂമിൽ നിന്ന് പുറത്തു പോകണ്ട. ഇറങ്ങണി പുറത്ത്. റൂമിൽ നിന്ന് പുറത്തു പോകേണ്ട കാര്യം എന്താ? ഞങ്ങൾ തിരി എവിടെ ഇരുന്നോട്ടെ. ചേട്ടൻ അപ്പുറത്ത് ഇരുന്നോ, അത് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട്, അവിടെ ഇരുന്നോ. അതെ തല അവിടെ ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ കൂടെ ഒന്നും ഇരിക്കുന്നില്ലേ? ആ വാശിയാണോ? ആ വാശിയാ. ആ പോണില്ല. അച്ഛപ്പുറത്തെങ്ങാനും പോയിരിക്കും, അവിടെ പറമ്പിലൊക്കെ നല്ല കാറ്റുണ്ട്. അച്ഛനപ്പം എവിടെയെങ്കിലും വഴിയിൽ പോയി ഇരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അടച്ചു മൂട്ടി AC ഫാനും ഒക്കെ ഇട്ട് സുഖിച്ചിരിക്കണം അല്ലേ? അച്ഛൻ ഫാൻ ശരിയാക്കിത്താ. വിളിക്ക് മെക്കാനിക്കിനെ. അതല്ലേ വിളിക്കുക പറഞ്ഞത്. അല്ല ഞാൻ ചോദിക്കട്ടെ, നീ കെട്ടിലമ്മ പോലെ മുറിക്കകത്ത് കുത്തിയിരിക്കാനാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? എടി നിന്റെ അമ്മ അടുക്കള കഷ്ടപ്പെടുകയല്ലേടി, അവൾക്ക് തലവേദനയാണെന്ന് പറയുന്നു, എന്തൊക്കെയോ അസുഖമാണെന്ന് പറയുന്നു, എന്നിട്ട് ഈ കുഴിത്തുരുമ്പ് പറയുന്നത് കേട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നീ പോയേ, നീ അടുക്കളയിലോട്ട് പോയേ. നീ പോയി അമ്മയെ സഹായിക്കണി. അച്ഛൻ അമ്മയ്ക്ക് ചെറിയ എന്തോ തലവേദനയുള്ളൂ, അല്ലാണ്ട് അമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. തേങ്ങ ഓടുന്നു. മധു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതാണ് നിന്റെ സ്വഭാവമെങ്കിൽ നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലേ കേട്ടോ. ആ ഇവിടെ കൂട്ടും കൂടെ കൂടിക്കോ നശിക്കാനായിട്ട്. അച്ഛന് പോയി സഹായിച്ചൂടെ? എന്താ അച്ഛനാടി നിന്റെ മോളെ പ്രായിട്ട് പോയേക്കണ്? എന്നെ നല്ല അപ്പച്ചീഞ്ഞ. എന്നെ അയ്യോ കറണ്ട് പോയി. ബെസ്റ്റ്. ഓ പ്രാക്കും വലിച്ച് പാടില്ല. ഞാൻ എന്തായാലും അമ്മനെ സഹായിക്കാൻ പോവാ. തേങ്ങ ഞാൻ തിരിക്കണ. ഞാനുണ്ട്. ആ പോരെ. ഞാനുണ്ട്. ഈ കല്ലി മാവിക്കൊണ്ട് അവനെനിക്ക് സെറ്റാവും. അയ്യോ അല്ല വേണ്ട, പാവ എന്റെ മാവ്. ഈ കല്ല് അതിനകത്ത് വീണ അവൾക്ക് സെറ്റാവും. നീ എന്തോ ചെയ്യുന്നേ? ഞാൻ ഒന്ന് PSC പാസ്സാവുകയാണ്. അതിനകത്ത് വീണു. അപ്പൊ ഞാൻ PSC പാസ്സാവും. അപ്പൊ ഒന്ന് സന്തോഷിക്കുമായിരുന്നു. എന്നാലേ നിനക്ക് മോട്ടിവേഷൻ തരുന്ന വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. എന്നെ മോട്ടിവേറ്റ് നീ ആര് വലിയ മോട്ടിവേഷൻ സ്പീക്കറാ? കേക്കങ്ങോട്ട്. ആ പറ. എടാ അച്ഛമ്മ ചോദിക്കുവാണേ നിനക്ക് ലവ് വല്ലതും ഉണ്ടോന്ന്. എന്നിട്ട് നീ എന്തോ പറഞ്ഞു? ഞാൻ പറഞ്ഞു നിനക്ക് എല്ലാ രാജ്യത്തിലും ഓരോ ലവ് ഉണ്ടെന്ന്. നശിപ്പിച്ചെന്റെ പൊന്ന് കൃഷ്ണ, അച്ഛമ്മ അത് പോയി അവരോട് പറയൂലേ ക്ലാസ്സില്, മറ്റേ അമ്മൂമാരോടെല്ലാം. പിന്നെ എന്റെ കാര്യം കട്ടപ്പൊക്കെയായില്ലേ? മനസ്സിലായില്ല? അച്ഛമ്മയുടെ ക്ലാസ്സിലല്ലേ മറ്റേ വിമല അമ്മൂമ്മ പഠിക്കുന്നത്. അവളുടെ അമേരിക്കക്കാരിയാണ് ഞാൻ വളക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചുമ്മാതല്ല അച്ഛമ്മ അമേരിക്കയിൽ നിനക്ക് വല്ല ലവ് ഉണ്ടോന്ന് ചോദിച്ചത്. അപ്പൊ എന്റെ കാര്യം തീർന്ന് തേപ്പ് ഈ നടക്കൂല. എടാ നിനക്ക് വേറെ ഒരു പണിയില്ലേടേ? നിനക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ എയർലൈനിലുള്ള ഒരു കൊച്ച്, അതവിടെ പോയി. അയർലൻഡായിരിക്കും മലയാളം അറിയാൻ വേണ്ടി ഞങ്ങളെ വിട്ടു. അമേരിക്കക്കാർക്ക് പിന്നെ മലയാളം അറിയാമെന്ന് കുഴപ്പമില്ലല്ലോ. ഇവിടെ ഇവക്ക് മലയാളം അറിയാം. ഇവിടെ അമേരിക്കനാണെങ്കിൽ ഇവിടെ നാട്ടിലുണ്ടായിരുന്ന കുറെ നല്ല പച്ച തത്തമ്മ പോലെ മലയാളം പറയും. ആണോ? ആ പിന്നെ ഇംഗ്ലീഷ് ഒക്കെ എനിക്ക് വെച്ച് മാനേജ് ചെയ്യാൻ അറിയാലോ. അമേരിക്കൻ ഇംഗ്ലീഷ് അല്ലേ, വലിയ പാടൊന്നുമില്ല. എന്ന് നീ ലൈൻ അടിക്കടാ. ആ അപ്പൊ എനിക്കും അമേരിക്ക പോവാല്ലോ നിന്റെ കൂടെ. നീ ഇത്രയും കൊണ്ട് കൊളാക്കിയിട്ട് ഇനി ലൈൻ അടിക്കാൻ. അച്ഛമ്മ പുള്ളിക്കാരും തമ്മിൽ കണ്ടാ പീരിയും ആവുമ്പോൾ പോലെ നടക്കൂല. അവർ തമ്മിൽ അടി ഉണ്ടാക്കും. അച്ഛമ്മേനെ ഞാൻ പറഞ്ഞ് സെറ്റാക്കും. നീ ധൈര്യമായിട്ട് പോയി ലൈൻ അടിക്കും. എന്താണ് ആങ്ങളെ മംഗളം കണ്ട ഒരു ഗൂഢാലോചന? അത് ഞങ്ങൾ ഈ വീടൊന്ന് തീയിടാൻ പോകും, അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുമായിരുന്നു. അയ്യോ എടാ, അച്ഛനും അമ്മയും മഴക്ക് പറഞ്ഞോടത്ത് അങ്ങനെ ചെയ്യില്ല കേട്ടോ. കടുക്ക ചെയ്യില്ല നിങ്ങള്. എടാ ഞാൻ പോയി മറ്റേ മണ്ണെണ്ണ മറ്റേ സാധനം എടുത്തോണ്ട് തീപ്പെട്ടി. ആ തീപ്പെട്ടി ശരിക്കും നല്ലത് നോക്കി എടുത്തോണേ. എന്റെ പൊന്നു കുഞ്ഞ കടുക്കയും ചെയ്തോളല്ലേ. എടാ എന്തുവാടാ ഈ പറയണത്? അവളൊന്ന് പറഞ്ഞോട്ടെ, വേണങ്ങൾ നോക്കാം അല്ലേ, വേണങ്ങളുടെ മണിമാളും. എന്താ ഇതിന് മാത്രം പ്രശ്നം ഇവിടെ ഉണ്ടായി? മാത്രം ഇല്ല ഒരു പ്രശ്നമില്ല, ഞങ്ങൾ പൊക്കോ. അല്ലേ ഇപ്പൊ പ്രശ്നം വഷളാവും. കുഴപ്പമില്ല പൊക്കോ. ആ പ്രകാശി മറ്റേ സംഭവം എടുത്തു വെച്ചോ? കണ്ണിട്ട് കുറെ കുത്തറങ്ങ് ഊരി വീഴും. എന്തോ സംഭവം? എന്താണ് കണ്ണിൽ ഒരു ഇറിറ്റേഷൻ പൊടി പോയിട്ട്? പിന്നെ എവിടെങ്ങളിപ്പോ എന്തോ സംഭവം എടുത്തു വെച്ചാൽ ചോദിക്കുന്നോട്ട്. എടേ ഞങ്ങൾ ഒരു സ്ഥല കച്ചവടം നടത്തി, അതിന്റെ പൈസ തന്നു, അതുകൊണ്ട് അലമാരി വെച്ചോന്ന് അവൻ ചോദിച്ചതാണ്. നീ എന്താ സ്ഥലക്കച്ചവടം? ഞാൻ പറയാം. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചോദിക്കുന്നത്? നീ ഒന്ന്
നീ വന്ന് ഒരു കാര്യം പറഞ്ഞു, പിള്ളേരിടന്ന് ഇടപെട്ട് എന്തൊക്കെ എപ്പോഴും നിങ്ങൾ കച്ചവടം നടത്തിയത്? രണ്ടും നമ്മി എന്തോ ഉടായ്പുണ്ടാക്കിയിട്ടുണ്ടേ. ഇനി പല്ലെങ്ങാനും ഒടിച്ച് മാറ്റിയാ നിങ്ങൾ കയ്യേന്ന് വിട്ടിട്ട് കാര്യം പറയാൻ എന്താണ് പ്രകാശി? ഉടായ്പിന്റെ മണം അടിച്ച് അതുവരെ മണത്ത് കണ്ടുപിടിക്കുന്നവൻ. ഇപ്പൊ ഞാൻ വെച്ചാൽ പോലീസ് പട്ടിയല്ലേ മണം നോക്കി കണ്ടുപിടിക്കാനായിട്ട്? എന്തുവാണ് ഇത്? അതിവിടെ നിങ്ങൾ ആ കമ്മല് കൊണ്ട് ആ തലമാരി കൊണ്ട് വെച്ചോ? ഓ, അതൊന്നും നടന്നില്ല. അത് നടന്നില്ലേ? എടാ, ഞാൻ അതുകൊണ്ട് ആ മുറിയിലോട്ട് ചെന്ന് വെക്കാൻ വേണ്ടി കയറി ചെന്ന് നോക്കുമ്പോൾ അവിടെ കട്ടിലേല് സരിതയും മധുവും കുടിക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് ഇറങ്ങിപ്പോ. പോത്തില്ല, അവിടെ കുത്തിയിരിപ്പുണ്ട്. അതെന്തിനാണ് അവര് നിങ്ങളുടെ മുറി കയറിയിരിക്കുന്നത്? അവരുടെ മുറിയിൽ കറണ്ട് ഇല്ലെന്നോ ഫാൻ കേടായെന്നോ ഏതാണ്ടൊക്കെ കുന്തം പറഞ്ഞിട്ട് എന്റെ മുറി കയറിയിരിക്കുക. ഇനി നന്നായി കൊടുക്കാതെ അവിടുന്ന് പോകത്തില്ല. നിങ്ങൾ ഈ ഫാനും നന്നാക്കി റെഡിയാക്കി വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ചേച്ചി എങ്ങാനും കയറി അലമാരി തുറന്നു പോയി കഴിഞ്ഞാൽ കമ്മൽ അതിനകത്ത് ഇല്ലെങ്കിൽ പ്രശ്നമാവൂലേ? എന്തുവാണ് നീ പേടിപ്പിക്കാതെ? പേടിക്കണം എന്തിനാണ്? നിങ്ങൾ ഇതാണ് നിസ്സാര കാര്യത്തിൽ നിങ്ങൾ പേടിച്ചു പോകും. ഇത് നിസ്സാരമായിട്ട് വേണുകൂടെ കണ്ടു ചെയ്ത് തരികയല്ലേ? നിങ്ങളെ കമ്മൽ കയ്യിലുണ്ടോ? നീ പറ. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരെ വരുന്നു, ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ദേ മുറ്റത്ത് കിടന്ന് കമ്മൽ കിട്ടിയെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതിന്റെ കട്ട പുക കണ്ടേ അടങ്ങത്തുള്ളൂ അല്ലേടാവേ? എന്തോന്നാ ഞാൻ തമാശ പറഞ്ഞ വേണോങ്ങളെ വീടിന് ഞാൻ തീർന്നു കൊടുത്തില്ല. അപ്പോഴേ പോകണ അച്ഛനോടൊന്ന് എഴുന്ന് വിളിച്ചാ തീടാനാ എന്തോന്ന് വേടിന്റെ നീ? അപ്പൊ പോകണ കാര്യല്ലേ വേണോങ്ങളെന്ന് പറഞ്ഞേ? എന്താ നാടേ ബോധം പൊക്കണമെന്നില്ലേ? വീട് പോക. നീ എന്തുവാ? അല്ല അതല്ല, നിങ്ങൾ അവിടെ ചെന്താ പറഞ്ഞ ഏതാണ്ട് കൈമാറുന്ന കാര്യമോ വെക്കുന്ന കാര്യമോ ഒക്കെ അതറിയാൻ വേണ്ടി ഞാൻ വന്നേ. അത് അവിടെ വെച്ചെന്ന് ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നല്ല, സ്ഥലം വിറ്റ് പൈസ കിട്ടിയത് കൊണ്ട് ഒളിച്ചു വെച്ചതാണ്. എന്നാ പൈസ ഒന്ന് എടുത്ത് നോക്കട്ടെ. നോക്കട്ടെ. നീയാണോ അച്ഛൻ, ഞാനാണോ അച്ഛൻ? പിള്ളേരുടെ താരിപ്പിൽ നിൽക്കണം. വേണ്ടാ, ആ പരിപാടി വേണ്ടേ? അച്ഛന്റെ മുഖത്ത് എഴുതി വെച്ചേക്കുന്ന കളത്തിൽ അപ്പൊ എന്തോണ്ട് ആ പൈസ കാണിക്കപ്പോ തെളിവ് ഞാൻ പോകണം. നിന്നെ പൈസ കാണിക്കേണ്ട കാര്യമില്ല, എനിക്കില്ല. നീ ഓവറാണേ, വേണ്ട. പിന്നെ എന്തോന്നാ കൊണ്ട് വെക്കുന്ന കാലമാരിക്കാത്ത എനിക്ക് അറിയണല്ലോ. ഇച്ചിരി MDMA കള്ളാസി പൊതിഞ്ഞേ പ്രകാശിക്ക് കൊടുത്ത് അവിടെ സൂക്ഷിച്ചു വെക്കാൻ. വേണു വേണോ? MDMA അച്ഛനെ പറ്റി ഓർത്താ, അമ്മയെ പറ്റി ഓർത്താ? നിങ്ങളുടെ അമ്മയും ഭാര്യയൊക്കെ MDMA വെക്കോ? MDMA എന്നൊക്കെ പറഞ്ഞാൽ ഇത് വിഷയമാവും കേട്ടാ. എന്തോന്നാണ് ഇത്? MDMA എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂത്ത പല ആൾക്കാർ കേട്ട് പോലീസ് പറഞ്ഞാണ്ടല്ലോ, ഞാൻ അകത്ത് പോകും. ഞാനിപ്പോ നൂലുകൊണ്ടൊക്കെ വിളിക്കാം. അപ്പൊ രണ്ടിനെയും കൂടെ പോലീസ് കൊണ്ടുപോകും. ഞാൻ ശരിക്കും വിളിക്കും കേട്ടോ. മരക്ക് MDMA കൊണ്ടോ അത് നമ്മുടെ വീട്ടിലാ. തമാശ പറഞ്ഞ അതെങ്കിലും മനസ്സിലാക്കണ്ടേ? പറയൂടാ നീ, പറയൂടാ. തമാശ പിന്നെ ഞാൻ MDMA ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പോകില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പോടാ. ഇവനെയൊക്കെ എങ്ങനെ വളർത്തിയാൽ പോരാ, കൊട്ടേഷൻ കൊടുക്കണം. എന്റെ മകനായി പോയില്ല, ഞാൻ തന്നെ കൊന്നേനെ. ഇങ്ങനെയുണ്ടോ പിള്ളേര്? നീ ഇങ്ങോട്ട് വന്നേ. കൊടായിക്ക ആയിക്കോട്ടെ, വരുന്നുണ്ട് കേട്ടാ. അപ്പൊ ശരിക്കും പൈസ വെച്ചതാണ്. വെറുതെ അടിയും വാങ്ങിച്ചു കാര്യമില്ല, പണിയും. എവിടെ പോണ്? ഇത് എടുത്തിട്ട് ഇതിലേ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. ഇത് അവിടെ അലക്കും കല്ലിൻ്റെ അവിടെ വെച്ചിട്ട് അമേരിക്കയിലേക്ക് പോയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പോയിക്കോട്ടെ. ചെല്ല് നിക്കവിടെ, ഞാൻ അലക്കിക്കോളാം. ഏത് ഇത് ഇത്രയും തുണിയോ? ആ നീ അലക്കും? ഞാൻ അലക്കാം. എന്നാ പുതിയ നിയമമൊന്നും വേണ്ട. അമ്മമ്മക്ക് വയ്യാത്തല്ലേ, ഞാൻ അലക്കിക്കോളാന്ന്. ഇടക്കി അത് വേണ്ട, ഞാൻ അലക്കിക്കോളും. അമ്മയുടെ മുഖമൊക്കെ വയ്യാണ്ടിരിക്കാ, പോയി കിടന്നുറങ്ങ്. ചെല്ല് ചെല്ല്. എന്റെ മുഖത്ത് അത്രക്ക് ക്ഷീണമുണ്ട്? ആ ക്ഷീണുണ്ട്. നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവൂലേ? എന്നാ പിന്നെ നേരത്തെ പറയണായിരുന്നു ഇതൊക്കെ. എന്ത്? ഞാൻ അലക്കിക്കോളാന്ന്. അമ്മ തലവേദനയൊക്കെ മാറിയാ? കുറച്ച് കുറവുണ്ട് മോളെ. മാറിയില്ലേ, ഇനി മാറ്റി കൊടുക്കോ? ഞാൻ വല്ല MBBS കാര്യമൊക്കെ ആയിരുന്നെങ്കിൽ മാറ്റി കൊടുത്തേനെ. ഓ, ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിച്ചിട്ട് എന്നെ അച്ഛൻ മുടിഞ്ഞിരിക്കുക എന്നിട്ടാണ് MBBS. കണ്ടാ മതി. ഇപ്പൊ എനിക്ക് തലവേദന കുറച്ച് ആശ്വാസമുണ്ട്. ആ ഇനി തമ്മിൽ തല്ലുകൂടി എനിക്ക് അത് അധികം ആക്കി വെക്കരുത്. ഞാൻ ഒന്നും പറയണില്ല, ഞാനായിട്ട് ഒന്നും പറയാൻ പോണില്ല, ഞാൻ ഒന്നും ചെയ്യാനും പോണില്ല. ആ ഒന്നും ചെയ്യില്ല, വെറുതെ ഇരിക്കും. എന്തെങ്കിലും ഒന്ന് സഹായിച്ചൂടെ നിനക്ക്? ഞാനും അപ്പച്ചി എപ്പോഴാ ഇവിടുത്തെ പണിയൊക്കെ ചെയ്യണേ. നിങ്ങളെ ഞാൻ എന്തിനാണ് സഹായിക്കുന്നത്? എനിക്ക് എന്റെ അമ്മേനെ സഹായിച്ചാ പോരെ? ആ സഹായിക്ക്. ഇതിപ്പോ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് വേറെ പണിയുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ എന്താ പറഞ്ഞാ ഞാൻ എന്റെ അമ്മയെ സഹായിക്കാന്ന്? അത് ഞാൻ പിന്നെ സഹായിച്ചോളാം. അല്ല പിന്നെയാണ് ഇപ്പൊ ചെയ്യേണ്ടത്. ഇപ്പൊ എനിക്ക് സുഖമില്ലാത്തത്. ഇപ്പോഴാണല്ലേ? അതാണെങ്കിൽ ഇങ്ങനെ ഞാൻ ചേച്ചി സഹായിക്കും.
ചെയ്തോട്ടാ. എനിക്ക് സഹായിക്കണേ നിന്റെ അനുവാദമൊന്നും വേണ്ട. ചെയ്യ ചേച്ചി, എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് മുഖ്യമായ ഒരു ഇമ്പോർട്ടന്റ് പണിയുണ്ട്. ചെയ്തോ ചെയ്തോ. എന്ത് പണിയാ? ഞാൻ പറയാം, പിന്നെ പറയാം. ഉണ്ടാ പോയണ്ട പുന്നാര മോള്. ഇതൊക്കെ എന്തെങ്കിലും നന്നാവോ? എനിക്ക് നന്നാക്കാൻ പറ്റുമോ? അമ്മ നന്നാവണവരെ നന്നാക്കാൻ പറ്റുള്ളൂ. താ ഓക്കോ. അലക്കുന്നതൊക്കെ ശരി, നല്ല നീറ്റായിരിക്കണം. ഇനിയിപ്പത് ഞാൻ അലക്കണോ? അപ്പച്ചി കൊണ്ട് അലക്കിപ്പിക്കാം.